ചോറിനൊപ്പം കഴിക്കാൻ ഒരു കിടുക്കാച്ചി ചമ്മന്തി ആയാലോ. നല്ല പുളിയുള്ള മാങ്ങയും തക്കാളിക്കായും മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു അടിപൊളി ചമ്മന്തി. ഇതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പുളിയുള്ള മാങ്ങ പകുതി ഞാൻ ക്യൂബ്സാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. തക്കാളിക്ക ഒരു മീഡിയം സൈസിൽ തൊണ്ട് റിമൂവ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. കൂടി ഒരു പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പച്ചമുളക് കൂട്ട് കുറയ്ക്കുക ചെയ്തോളൂ. ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. തണുത്തതിന് ശേഷം മിക്സി ജാറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് ലിഡിട്ട് ക്ലോസ് ചെയ്ത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. മല്ലിയില കുറച്ച് തണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, അതാണ് പ്രത്യേക ഒരു ടേസ്റ്റ്. അപ്പോൾ ജസ്റ്റ് അധികം പേസ്റ്റ് ആക്കണ്ട, ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങ തക്കാളിക്ക് മല്ലിയില കൂടിയുള്ള ഒരു ചട്നിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വൈറ്റ് റൈസിൻ്റെ ഒപ്പം അടിപൊളിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ ഒപ്പം കഴിക്കാം കേട്ടോ. ദോശയാണെങ്കിലും അടിപൊളി. നമുക്ക് ചോറിൻ്റെ ഒപ്പം, നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുട്ടി ഒന്ന് കഴിച്ച് നോക്കിയാലോ. നല്ല പുളിയും എരിവും ഒക്കെ ഉള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുത്തേണ്ടവർ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.